തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് എത്ര മക്കളാണുള്ളത്? അതായത് ജയലളിതയുടെ മോളാണെന്ന് പറഞ്ഞിട്ട് KM സുനിത, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂര് അല്ലേ? അതെ. മറ്റേ ആ സ്ഥലത്ത് നിന്നാണ് TV കൊച്ചുബാവയും അശോകൻ ചെരുവിലും ഒക്കെ വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ കാട്ടൂരിൽ നിന്ന് KM സുനിത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുമ്പ് അമൃത എന്ന് പറഞ്ഞിട്ടൊരു യുവതിയും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവർ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ അമൃതയും സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിരുന്നു. അപ്പോൾ ആ അമൃതയുടെ വക്കീലെന്ന് ഇന്ദിരാ ജയ്സിംഗ് ഇല്ലേ, ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഹാജരാകുന്ന ഡൽഹിയിലെ ഇന്ദിരാ ജയ്സിംഗിനോട് അന്ന് സുപ്രീം കോടതി ഈ അമൃതയുടെ കേസിൽ ചോദിച്ചിരുന്നു, നിങ്ങളെന്താണ് DNA പരിശോധന നടത്തണം എന്ന് പറഞ്ഞിട്ട് ചെന്നൈ ഹൈക്കോടതിയിൽ പോകാതിരുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ട്, ഇത് ഭരണഘടനയിലെ 32-ാം വകുപ്പ് പ്രകാരം DNA ടെസ്റ്റ് ഈ മാതൃത്വമൊക്കെ തെളിയിക്കാനുള്ള അതനുസരിച്ച് ഇത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് സുപ്രീം കോടതി അമൃതയുടെ കേസ് തള്ളിയിരുന്നു. അപ്പോൾ സുനിതയുടെ കേസിനും കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സുപ്രീം കോടതിയുടെ വരാന്തയിൽ പോലും ഈ കേസ് നിൽക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇവർ പറയുന്നത്, സുനിത പറയുന്നത് ശശികലയും ദിനകരനും സുധാകരനും ഒക്കെ ചേർന്നിട്ട് ഈ മന്നാർഗുഡി മാഫിയ, ശശികല തോഴി മന്നാർഗുഡി മാഫിയയുടെ ആളാണല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടി ജയലളിതയെ കൊന്നതാണ്. അങ്ങനെ കൊല്ലുന്ന, ഈ ഉപദ്രവിക്കുന്നത്, തല്ലുന്നതും ഒക്കെ ഞാൻ കണ്ടതാണ്. ഒരിക്കൽ കാണാൻ പോയപ്പോൾ അവരെ തല്ലുന്നത് കണ്ടതാണ്. പിന്നെ അവർ പടികളിറങ്ങി നിലത്ത് വീണു ജയലളിത. ഞാൻ നിലവിളിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ വായ പൊത്തി എന്നൊക്കെ സുനിത ഒരുപാട് വിസ്തരിക്കുന്ന ഉണ്ടായിരുന്നു ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ. അപ്പോൾ ഇവർ പുനരന്വേഷണം ആവശ്യപ്പെട്ട്, ജയലളിതയുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി കത്തയച്ചിട്ടുണ്ട്. പിന്നെ കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്, മോദിക്ക് അയച്ചിട്ടുണ്ട്, മറ്റേ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട്, അമിത്ഷായ്ക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കത്തുകളൊക്കെ കുറെ പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് രഹസ്യമായി ജീവിക്കേണ്ട സാഹചര്യം അവർക്കിപ്പോൾ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയലളിതയുടെ മകളായിട്ട് ജനിച്ച ശേഷം MGRൻ്റെ ഒരു ജോലിക്കാരൻ കേരളത്തിലേക്ക് ഇവരെ മാറ്റി. കാരണം MGRൽ ജയലളിതയ്ക്ക് ഉണ്ടായിരുന്ന കുട്ടിയാണെന്നാണ് സുനിത അവകാശപ്പെടുന്നത്. MGRൻ്റെ ഒരു ജീവനക്കാരൻ ഇവരെ കേരളത്തിലേക്ക് മാറ്റി. ആ ജീവനക്കാരനാണ് ഇവർക്ക് സുനിത എന്നുള്ള പേരും കൊടുത്തത്. 18 വയസ്സായപ്പോൾ ജയലളിത തന്നെ DNA പരിശോധന നടത്തിയിട്ട് ഇവരെ സ്വീകരിച്ചു മകളായിട്ട് എന്നിവർ അവകാശപ്പെടുന്നു. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. 2016 സെപ്റ്റംബർ 22-ാം തീയതി പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ സുനിത എൻ്റെ മകളാണെന്ന് ജയലളിത പറയാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റേ മന്നാർഗുഡി മാഫിയ ജയലളിതയെ തട്ടിക്കളഞ്ഞത്. ഇതാണ് ഈ സുനിത പറയുന്ന കഥയോ തിരക്കഥയോ ഒക്കെ ആയിട്ടുള്ള സംഭവം. അന്ന് രാവിലെ ഈ പത്രസമ്മേളനം നടത്തും എന്ന് സുനിത പറയുന്ന ആ ദിവസം രാവിലെ 8 മണിക്ക് ഈ POS ഗാർഡനിൽ ചെന്നു. പത്രസമ്മേളനത്തിന് മുമ്പ് അമ്മയെ കാണാനായിട്ട് ചെന്നു. ജയലളിതയെ കാണാനായിട്ട് ചെന്നപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ജയലളിത ഇവരുടെ ഉപദ്രവം കാരണം ബോധരഹിതയായിരുന്നു. ശശികല ജയലളിതയുടെ മുഖത്തടിച്ചു, ബന്ധുക്കളും അടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ശശികലയുടെ ബന്ധുക്കളുമൊക്കെ ഉപദ്രവിച്ചു. അവിടുത്തെ ഒരു കാവൽക്കാരൻ സുനിതയെ പുറത്താക്കി. ഇവർ കൊല്ലും എന്നുള്ള പേടി കൊണ്ട് പിന്നെയും കേരളത്തിലേക്ക് പോന്നു. ഇടയ്ക്കിടയ്ക്ക് ജയലളിത പൈസ കൊടുത്ത് സഹായിച്ചിരുന്നു എന്നും സുനിത പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അവർക്കൊക്കെ കത്തും കൊടുത്തു. അതിലും ഇത് പറഞ്ഞിട്ടുണ്ട്, ജയലളിതയെ കൊല്ലുന്നത് കണ്ടിരുന്നു, ഞാനൊരു സാധാരണ സ്ത്രീ മാത്രമാണ്, അവരെ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചവർ ശശികലയും കൂട്ടരുമാണല്ലോ അവരെ കാത്ത് രക്ഷിക്കേണ്ടിയിരുന്നത്. ആ രക്ഷിക്കേണ്ടവർ തന്നെയാണ് അവരെ കൊന്നത്. 2024 ഓഗസ്റ്റ് വരെ, കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് വരെ സുനിതയ്ക്ക് ഈ സ്റ്റാഫ് വഴി പൈസ കൊടുത്തുകൊണ്ടിരുന്നു. ശശികലയും ഒക്കെ ഈ ജയലളിത നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് പോലെ
കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഓഗസ്റ്റ് വരെ. അപ്പോൾ ഇനിയും പൈസ വേണം എന്നുള്ളതാണ് ഈ സുനിത ഈ പറഞ്ഞതിൻ്റെ പിന്നിലെ ആഗ്രഹം എന്നുള്ളത് നമുക്കറിയില്ല. കൊടുത്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ആണല്ലോ ഇപ്പോൾ വാർത്തയിൽ വന്നത്. അപ്പോൾ 2017 നവംബറിൽ ബംഗളൂരുവിൽ നിന്ന് അമൃത എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയും രംഗത്ത് വന്നിരുന്നു. ജയലളിതയുടെ മകളാണെന്ന് പറഞ്ഞിട്ട്. കാരണം ജയലളിത ജയറാം എന്നാണല്ലോ ജയലളിതയുടെ ആദ്യകാലത്തെ പേര്. ഡോക്ടർ ജയറാം ആണ് അച്ഛൻ. ഡോക്ടർ ജയറാം അവിടുത്തെ രാജകുടുംബത്തിലെ ഡോക്ടറൊക്കെ ആയിരുന്നു, മറ്റേ മൈസൂരുവിലൊക്കെ. അപ്പോൾ അങ്ങനെ ആ രാജകുടുംബത്തിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ ജയറാമിൻ്റെ മകളാണ് ഈ ജയലളിത. ജയലളിത നന്നായിട്ട് വായിക്കുകയും ഒരുപാട് പുസ്തകങ്ങളുടെ ശേഖരമൊക്കെ ഉള്ള ആളായിരുന്നു ജയലളിത. അപ്പോൾ അവർ സുപ്രീം കോടതി കൊണ്ടുപോയി അമൃത കേസ് കൊടുത്തിരുന്നു. അമൃതയ്ക്ക് മഞ്ജുള എന്നും പേരുണ്ടായിരുന്നു. അപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം ഇത് സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് ഈ DNA വഴി മാതൃത്വമൊക്കെ തെളിയിക്കുന്ന വകുപ്പാണ്. നിങ്ങൾ ഹൈക്കോടതിയിൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് വിടുകയാണെന്ന് ചെയ്തത്. കാരണം ഈ കേസ് ഹൈക്കോടതിയിൽ തന്നെയാണ് കൊടുക്കേണ്ടത്, നേരെ കൊണ്ടുപോയി സുപ്രീം കോടതിയിലല്ല. അപ്പോൾ അന്ന് അമൃത പറഞ്ഞത്, അമൃത 1980 ജനിച്ചു. ജയലളിതയുടെ സഹോദരി ശൈലജയും ഭർത്താവ് സാരഥിയും ദത്തെടുത്തു എന്നാണ് ഈ അമൃത പറഞ്ഞത്. അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജയലളിതയ്ക്ക് ശൈലജ എന്ന് പറഞ്ഞൊരു സഹോദരി ഇല്ല. അപ്പം തന്നെ പൊളിഞ്ഞു അല്ലേ? അതാണ് പ്രശ്നം. അപ്പോൾ ഇന്ദിരാ ജയ്സിംഗ് ആണ് ആ കേസ് ഏറ്റെടുത്തിരുന്നത്. മദ്രാസ് ഹൈക്കോടതിയിൽ DNA ടെസ്റ്റിന് എന്തുകൊണ്ട് കൊടുത്തില്ല, നിങ്ങൾ കേസ് കൊടുത്തില്ല എന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ജീവന് ഭീഷണി ഉള്ളത് കൊണ്ടാണ് മറ്റേ മദ്രാസ് ഹൈക്കോടതിയിൽ കൊടുക്കാതിരുന്നത്. മന്നാർഗുഡി മാഫിയ ഇവരെയും ആക്രമിച്ചാലോ എന്നുള്ളതായിരിക്കും ഇവർ ഈ പറയുന്നത്. അപ്പോൾ അമൃതയുടെ ശരിക്കുള്ള പേര് അമൃത സാരഥി എന്നാണ് അവർ അവകാശപ്പെടുന്നുണ്ട്. കാരണം ശൈലജയും ഭർത്താവ് സാരഥിയുമാണല്ലോ ഏറ്റെടുത്തത്. അപ്പോൾ അമൃത സാരഥി 37 വയസ്സ് ആയിരുന്നു ഈ പറയുമ്പോൾ 2017. ജയലളിത മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ അമൃത രംഗത്ത് വന്നത്. DNA ടെസ്റ്റ് നടത്തണം എന്നവർ പറഞ്ഞിരുന്നു. ജയലളിതയുടെ ജഡം പുറത്തെടുക്കണം എന്നിവർ ആവശ്യപ്പെട്ടിരുന്നു. ജയലളിതയുടെ ജഡം വൈഷ്ണവ അയ്യങ്കാരാണല്ലോ ജയലളിത, ആ ആചാരപ്രകാരം ശവദാഹം നടത്തണം എന്നൊക്കെ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ശൈലജയുടെ മകളായിട്ടാണ് വളർന്നത്. മരണശേഷമാണ്, ജയലളിത മരിച്ച ശേഷമാണ് അമ്മായിമാരെന്ന് പറയുമ്പോൾ ജയലളിതയുടെ സഹോദരിമാരോ ബന്ധത്തിൽപ്പെട്ടവരോ ഒക്കെ ആയിരിക്കുമല്ലോ, അമ്മയുടെ സഹോദരിമാരോ. അമ്മായിമാര് LS ലളിത, രഞ്ജിനി രവീന്ദ്രനാഥ് എന്നിവർ പറഞ്ഞത് എന്നും അമൃത പറഞ്ഞിരുന്നു. അവിടെയും ഒരു പ്രശ്നമുണ്ട്. LS ലളിത, രഞ്ജിനി രവീന്ദ്രനാഥ് എന്നീ 2 അമ്മായിമാര് ജയലളിതയ്ക്കില്ല. അപ്പൊ പറയുന്നതെല്ലാം പൊളിഞ്ഞോളിഞ്ഞു പോവാണ്. അപ്പൊ രേഖകളിൽ ജയലളിതയ്ക്ക് ഒരു സഹോദരൻ മാത്രമാണുള്ളത്, സഹോദരിമാരൊന്നും ഇല്ല. ജയകുമാർ എന്ന് പറഞ്ഞൊരു സഹോദരനാണ്. അപ്പോൾ ശൈലജയെ ജയലളിതയുടെ കുടുംബത്തിന് അറിയില്ല. ഈ ജയകുമാറിൻ്റെ മകളുണ്ട് ദീപ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നുള്ളൊരു കഥാപാത്രങ്ങളെ നമുക്കറിയില്ല. അമൃതയെ അറിയില്ല, ഇങ്ങനെ അമ്മായിമാരും ഇല്ല. ആകെ ഒരു സഹോദരൻ ജയകുമാറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 32 വഴി ഇത് തെളിയിക്കണം എന്ന് പറഞ്ഞ് ഈ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്ന സുനിതയുടെ കേസും എന്താണ് ഈ സുനിത, ഈ അമൃത എന്ന് പറഞ്ഞൊരു മകൾ ഉണ്ടായിരുന്നത് സുനിത അറിയാതെ പോയോ? ജയലളിതയ്ക്ക് ഇങ്ങനൊരു വ്യാജ മകൾ നേരത്തെ രംഗത്ത് വന്നത് അറിയാതെ പോയോ? അപ്പോൾ 1980 ഓഗസ്റ്റ് 14 ജനിച്ചു എന്നാണ് അമൃത അവകാശപ്പെട്ടിരുന്നത്. ജയയുടെ മൈലാപ്പൂർ വസതിയിൽ ആയിരുന്നു ജനിച്ചത്. ഇവർ പറയുക, ഇതിനൊന്നും തെളിവോ രേഖയൊന്നുമില്ല. മൈലാപ്പൂർ വസതിയിൽ. അപ്പോൾ കുടുംബത്തിൻ്റെ അന്തസ്സ് കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി ജയലളിതയുടെ കുടുംബം അത് വെളിപ്പെടുത്തിയില്ല. എന്നിട്ട് സഹോദരിയെ ഏൽപ്പിക്കുകയായിരുന്നു, ദത്തെടുക്കുകയായിരുന്നു. ഇതാണ് പറയുന്നത്. പലതവണ കണ്ടിട്ടുണ്ട്. ADMK അംഗത്വം ഇവർക്ക് കൊടുത്തിരുന്നു എന്നും പറയുന്നുണ്ട് ഇവർ, അമൃത.
അപ്പോൾ അപ്പോളോയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഓടിച്ചു കാണാൻ ചെന്നപ്പോൾ. 2014 ജൂനിയർ വികടൻ എന്ന് പറഞ്ഞിട്ടൊരു മാസികയുണ്ട് തമിഴ്നാട്ടിൽ. അത്യാവശ്യം ആള് നമ്മുടെ കുങ്കുമൊക്കെ പോലെ ഇരിക്കും, കൊല്ലത്ത് നിന്നിറങ്ങിയിരുന്ന. അപ്പോൾ ജൂനിയർ വികടനിൽ 2014 ശൈലജ ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ഈ ശൈലജ എന്ന് പറഞ്ഞ സ്ത്രീ അമൃതയുടെ അമ്മ, ജയലളിതയുടെ സഹോദരി എന്ന് അവകാശപ്പെടുന്ന. അപ്പോൾ ശൈലജ പറഞ്ഞത്, ശൈലജ മൂന്നാമത്തെ കുട്ടിയാണ്. മറ്റേ സന്ധ്യ ജയറാം, അതായത് ജയലളിതയുടെ അച്ഛൻ ജയറാം, അമ്മ സന്ധ്യ, അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ മൂന്നാമത്തെ കുട്ടിയാണ് ശൈലജ എന്ന് ശൈലജ അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരുന്നു. നടുക്ക് ജയകുമാർ, മൂന്നാമത്തെ കുട്ടി ശൈലജ എന്ന്. ജയലളിത, ജയകുമാർ, ശൈലജ. ഈ സന്ധ്യ ഈ ശൈലജയെ ഗർഭം ധരിച്ച് മൂന്നാമത്തെ മാസത്തിൽ ജയറാം മരിച്ചുപോയി. ഇങ്ങനെയാണ് ശൈലജ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ എന്നിട്ട് ഈ ആർട്ട് ഡയറക്ടർമാരുണ്ടാവുമല്ലോ സിനിമയ്ക്ക്, അങ്ങനെ തമിഴ് സിനിമകളിൽ ഉണ്ടായിരുന്ന ആർട്ട് ഡയറക്ടർ ദാമോദർ പിള്ളയുടെ മകൻ ആണ് ഇവരെ വളർത്തിയത്, ശൈലജയെ. ഈ ദാമോദർ പിള്ള എന്ന് പറഞ്ഞാൽ ഇനി മലയാളിയാണെന്ന് അറിഞ്ഞൂടാ. ദാമോദർ പിള്ളയുടെ മകനാണ് വളർത്തിയത്. മലൈക്കള്ളൻ, മരകതം എന്നൊക്കെ പറഞ്ഞ പ്രസിദ്ധ സിനിമകളുടെ ആർട്ട് ഡയറക്ടറാണ് ഈ ദാമോദർ പിള്ള. അപ്പോൾ ഒരു ആർട്ട് ഡയറക്ടറെ ഏൽപ്പിക്കുകയാണ് ഈ ശൈലജയെ. ഇങ്ങനെയാണ് പറയുന്നത് അവര്. 5 വയസ്സ് വരെ രാമനാഥപുരത്ത് താമസിച്ചു. സന്ധ്യ ആഴ്ചയിൽ 2-3 തവണ കാണുമായിരുന്നു ഈ മൂന്നാമത്തെ കുട്ടിയെ എന്നാണ് അവർ പറയുന്നത്. 16 വയസ്സിൽ രാജ്കുമാറിനെ, കന്നഡ സൂപ്പർ സ്റ്റാറിലെ രാജ്കുമാറിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവർ കണ്ടപാടെ, ശൈലജയെ കണ്ടപാടെ രാജ്കുമാർ ചോദിച്ചു എന്ന്, സന്ധ്യയുടെ മകളാണോ എന്ന് ചോദിച്ചു എന്ന്. ഭയങ്കര ചായ എന്നുള്ള മട്ടിലായിരിക്കും സന്ധ്യയൊക്കെ രാജ്കുമാർ അറിയിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പക്ഷെ ജയകുമാറിൻ്റെ മകള് ദീപ പറഞ്ഞു, ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്നിട്ട് ദീപ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഈ മന്നാർകുടി മാഫിയ ഉണ്ടല്ലോ, അവരിങ്ങനെ വ്യാജ മക്കളെ ജയലളിതയുടെ ചിലപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി. ഇങ്ങനെ ഇതും പുതിയ സൃഷ്ടികൾ, ശശികലയുടെ സൃഷ്ടികളായിരിക്കും ഈ മക്കളും എന്നാണ് അന്ന് ദീപ ഈ അമൃതയുടെ കേസ് വന്നപ്പോൾ പറഞ്ഞത്. ഈ സുനിത ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തമിഴ് പത്രങ്ങളിലും മാസികകളിലും ഒക്കെ അച്ചടിച്ചു വന്നിട്ടുണ്ട്. വലിയ വാർത്തയായി മാറാം. അതെ, അവിടെ വലിയ വിഷയമാണല്ലോ മറ്റേ ഈ MGRൻ്റെ. പക്ഷെ ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ MGRൻ്റെ കുറെ കഥകൾ, MGRൻ്റെ അച്ഛൻ മറ്റേ ഈ 1905 താത്രിക്കുട്ടിയല്ല, വേറൊരു താത്രിക്കുട്ടി കേസിൽ ഭ്രഷ്ടനായ ഒരാളാണ് MGRൻ്റെ അച്ഛൻ ഗോപാലമേനോൻ. ആ ഭ്രഷ്ടിൻ്റെ കഥയൊക്കെ പണ്ട് മനോരമയിലും ഒക്കെ വന്നിട്ടുണ്ട്. കുന്നംകുളത്ത് ഉണ്ടായൊരു ഭ്രഷ്ട്. ഈ കഥയെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് എൻ്റെ ബ്ലോഗിൽ എഴുതിയിരുന്നു. ഒരു ബ്ലോഗുണ്ട്, ഹാംലെറ്റ് ഇൻ മൺസൂൺ എന്ന് പറഞ്ഞിട്ട്. ഈ സുനിതയൊക്കെ പറയുന്നതിന് ഒരാഴ്ച മുമ്പായിട്ട് ഈ ബ്ലോഗിൽ ഈ ചരിത്രം ഉണ്ടല്ലോ MGRൻ്റെ, അതിന് വലിയ എന്താണ്, ഒരുപാട് പേര് അത് വായിക്കുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഒരു ദിവസം 1000 പേര് 2000 പേരൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ബ്ലോഗിൽ ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കുന്നത് MGRൻ്റെ കഥയാണ്. അപ്പോൾ നന്നായിട്ട് പൊലിപ്പിക്കാൻ വേണ്ടി വായിച്ചതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ഈ തിരക്കഥ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ധാരാളം കഥകളുണ്ട്, പാലക്കാട് കഥയും ഒക്കെ MGRൻ്റെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.